കേരള സർവകലാശാലയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവം. 71 ഉത്തരക്കടലാസുകളാണ് ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്ന് നഷ്ടമായിരിക്കുന്നത്. ഏതായാലും ആ വിഷയത്തിൽ ഇന്നിപ്പോൾ VC യോഗം വിളിച്ചിരിക്കുകയാണ്. സർവകലാശാല രജിസ്ട്രാർ, ഒപ്പം തന്നെ പരീക്ഷാ കൺട്രോൾ കമ്മീഷണർ, പരീക്ഷാ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ളവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, 71 MBA ഉത്തരക്കടലാസുകളാണ് കാണാതായിരിക്കുന്നത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവം. അധ്യാപകർ എന്തൊക്കെയോ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കണക്കിലെടുത്തിട്ടുണ്ടോ സർവകലാശാല അധികൃതർ? ഒപ്പം തന്നെ ഇന്നിപ്പോൾ VC യോഗം വിളിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് സർവകലാശാലയുടെ ഏറ്റവും പുതിയ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട്? മനു, ഏതായാലും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ് അധ്യാപകന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം MBA അവസാന വർഷ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ആകെ ഭാവി തുലാസിലാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഏതായാലും സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത് വീണ്ടും പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. കാരണം സർവകലാശാലയ്ക്ക് മുന്നിലുള്ള ഒരു വഴി അത് മാത്രമാണ്. ഒരുപക്ഷെ കുട്ടികൾക്ക് ഇതിനെ ചോദ്യം ചെയ്ത് കോടതിയിലൊക്കെ പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ തീരുമാനം എന്ത് വരുന്നോ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർവകലാശാല നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അധ്യാപകന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച അതിനെ നിസ്സാരമായി സർവകലാശാല കാണുന്നില്ല. അധ്യാപകൻ നൽകിയിട്ടുള്ള വിശദീകരണം, അതും 3 തവണ അധ്യാപകനോട് കാര്യങ്ങൾ തിരക്കി അവസാനം നൽകിയ വാർണിംഗിന് ശേഷമാണ് ഈ രീതിയിൽ തൻ്റെ കയ്യിൽ നിന്ന് പേപ്പറുകൾ നഷ്ടമായി, ഉത്തരക്കടലാസുകൾ നഷ്ടമായി എന്നുള്ളൊരു വിവരം സർവകലാശാലയെ ഈ അധ്യാപകൻ അറിയിച്ചത്. അതിൽ പോലും ആ പറഞ്ഞ കാര്യങ്ങൾ അത് സുതാര്യമാണ് അല്ലെങ്കിൽ കൃത്യമാണ് എന്നുള്ളൊരു നിഗമനത്തിൽ ഇതുവരെയായി സർവകലാശാല എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതിലുള്ള ദുരൂഹതകൾ നീക്കണം എന്നുള്ളത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ സർവകലാശാല രജിസ്ട്രാർ DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതിന്മേലുള്ള തുടർ നടപടികൾ പോലീസും സ്വീകരിച്ചു വരികയാണ്. ഏതായാലും അത് സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം തന്നെ ഉണ്ടാകും. ആ ഒരു ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ വൈസ് ചാൻസലർ ഈ ഒരു യോഗം കൂടി വിളിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പരീക്ഷാ കമ്മീഷണർ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ പരീക്ഷ ബോർഡിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്, രജിസ്ട്രാറും പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രീതിയിൽ അധ്യാപകന്റെ ഭാഗത്ത് നിന്നും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരോട് VC ചോദിച്ചറിയുന്നതായിരിക്കും. ഏതായാലും ഈ അധ്യാപകനെതിരെയുള്ള നടപടിയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഉണ്ടാകാനുള്ള മറ്റൊരു തീരുമാനം, ഈ അധ്യാപകനെതിരെ സർവകലാശാല തലത്തിൽ എന്തൊക്കെ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാർക്ക് മുന്നിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ അധ്യാപകന്റെ ഇനി പരീക്ഷാ ഡ്യൂട്ടിയിൽ ഇടരുത് എന്നുള്ളൊരു ആവശ്യം, അതോടൊപ്പം തന്നെ പരീക്ഷാ ഡ്യൂട്ടിയിൽ നിന്നും ഡീബാർ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു വീഴ്ചയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അധ്യാപകന്റെ തുടർന്നുള്ള പ്രവർത്തനമടക്കം കൃത്യമായ രീതിയിൽ ഒരു നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അധ്യാപകനെതിരെയുള്ള നടപടിയിൽ ഒരു ആകുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും അത് തന്നെയാണ് ഇന്നത്തെ ഈ യോഗത്തിലടക്കം ആ വിഷയങ്ങളടക്കം ചർച്ചയാകും എന്നുള്ളതിൽ സംശയമില്ല. മനു, ഷീജ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇവിടെ ഈ പരീക്ഷ എഴുതിയ പേപ്പർ നഷ്ടമായ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ടല്ലോ. ഇനിയും പരീക്ഷ എഴുതുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ സെമസ്റ്ററുകളിൽ ഈ പേപ്പറുകൾക്ക് ഏത് രീതിയിൽ മാർക്കുണ്ടായിരുന്നോ അതിനനുസരിച്ച് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ പേപ്പറുകൾക്ക് മാർക്ക് നൽകണം, പരീക്ഷ എഴുതിപ്പിക്കാതെ എന്നൊരു ആവശ്യമൊക്കെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ. ആ വിഷയമൊക്കെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ പറയുന്നതും ന്യായമായൊരു ആവശ്യം തന്നെയാണ്. അവരുടെ തെറ്റുകൊണ്ടല്ല ഉത്തരക്കടലാസുകൾ നഷ്ടമായത്. തീർച്ചയായും മനു, കാരണം വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ പരീക്ഷയ്ക്ക് ശേഷം ചിലർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർ രാജ്യം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ പലയിടങ്ങളിലായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പരീക്ഷ വേഗത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പരീക്ഷ എഴുതുന്നതിന് അത് വലിയ തോതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ സർവകലാശാലയ്ക്ക് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. സർവകലാശാലയ്ക്ക് ഈ പരീക്ഷ വീണ്ടും നടത്തുക എന്നുള്ളത് മാത്രമാണ് സർവകലാശാലയ്ക്ക് മുന്നിലുള്ളൊരു പോംവഴി. ഇതിൽ
കുട്ടികൾ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ വിദ്യാർത്ഥികൾ കോടതിയിൽ ചാലഞ്ച് ചെയ്തു. അതേ തുടർന്ന് കോടതിയുടെ നിർദ്ദേശമായിരുന്നു ഇതിൽ മുൻ സെമസ്റ്ററിൽ അവർക്കുണ്ടായിരുന്ന മാർക്ക്, അതിൻ്റെ മാർക്ക് ആ രീതിയിൽ പരിശോധിച്ചുകൊണ്ടുള്ളൊരു നടപടിക്രമം, ആ രീതിയിൽ അവർക്ക് ഈ അവസാന വർഷ പരീക്ഷയ്ക്കും ആ രീതിയിലുള്ള മാർക്ക് നൽകിക്കൊണ്ട് അത് നടപടിക്രമം പൂർത്തിയാക്കുക, വീണ്ടും പരീക്ഷ നടത്തേണ്ടതില്ല എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സർവകലാശാലയും പറയുന്നത് സർവകലാശാലയ്ക്ക് അത്തരത്തിലൊരു തീരുമാനം നേരിട്ടെടുക്കാൻ സാധിക്കുകയില്ല. പരീക്ഷയ്ക്ക് തീയതി തീരുമാനിച്ച് എത്രയും വേഗം പരീക്ഷ നടത്തുക. അത് നിലവിലിപ്പോൾ ഏപ്രിൽ 7 തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ 7 പരീക്ഷ നടത്തി 14-നകം റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ രീതിയിൽ കോടതിയിൽ പോയി കോടതിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളത് സർവകലാശാല രജിസ്ട്രാർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. മനു, ഏതായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദം കൊണ്ടുണ്ടായി, വിഷയം കൊണ്ടുണ്ടായി. കേരള VC അവസാനം ഒന്ന് സർവകലാശാലയിലേക്ക് വരാൻ തീരുമാനിച്ചു. അതൊരു നല്ല കാര്യമാണ്. കാരണം കുറേ നാളുകളായല്ലോ അങ്ങോട്ടേക്കൊക്കെ എത്തിയിട്ട്. തീർച്ചയായും അത് കേരള VC കുറിച്ച് പറയുന്നത് നമ്മൾ ഈ വിസിറ്റിംഗ് പ്രൊഫസർ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഗസ്റ്റ് അധ്യാപകൻ എന്നൊക്കെ പറയുന്നതിൻ്റെ അത്രയും പോലും കേരള സർവകലാശാല വൈസ് ചാൻസലർ ഇവിടെ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നില്ല എന്നുള്ളത് വലിയ വിമർശനം തന്നെയായിരുന്നു. കാരണം ഇത്രത്തോളം ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിലും നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹം ഇവിടേക്ക് ഉടൻ എത്തുന്ന കാര്യം ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഏറെ വൈകിയാണ് ഇപ്പോൾ പോലും ഈ ഒരു യോഗം വിളിച്ച് ഇപ്പോൾ ഇന്ന് ഇവിടേക്ക് എത്തുന്നത്. ഏതായാലും അത് മനസ്സൂചിപ്പിച്ചത് ഏറെ നിർണായകമായ ഒന്ന് തന്നെയാണ്. മനു, അതെ, ഞാനത് ഓർക്കുകയായിരുന്നു. കാരണം പല വിഷയങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിന് ആ വഴിക്കൊന്നും കണ്ടിരുന്നില്ല. ഏതായാലും അവസാനം കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ അദ്ദേഹം അങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യം തന്നെയാണ്. ഏതായാലും അദ്ദേഹം സർവകലാശാലയിലേക്ക് ഒന്ന് വന്നു പോകട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ വഴിയൊക്കെ മറന്നു പോകും.